ജൂലൈ 24 വിശുദ്ധ ഷർബേലിന്റെ തിരുനാൾ ദിനത്തിലെ തിരുക്കർമ്മങ്ങൾക്ക് മോൺസിനോർ പാസ്കൽ സിൽവെസ്ട്രിയാണ് കാർമ്മികത്വം വഹിച്ചത്. നിരവധി രോഗികളടക്കം 500-ലധികം ആളുകൾ അതിൽ പങ്കെടുത്തു. ദിവ്യബലിയുടെ അവസാനം മോൺസിനോർ വിശ്വാസികളെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യാൻ തുടങ്ങി. ഇത്രയും ആളുകൾ ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. അതിനാൽ പാത്രം ഏതാണ്ട് ശൂന്യമായ ഒരു സമയം വന്നു. അവിടെയുള്ള എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ എനിക്ക് കഴിയില്ലെന്ന് ഞാൻ ഭയപ്പെട്ടു. ജൂലൈ 27 സെന്റ് ഷർബേലിന്റെ മുൻ പോസ്റ്റ്ലേറ്ററായ ഫാദർ ഏലിയാസ് ഹംഹൗറിക്ക് അയച്ച കത്തിൽ അദ്ദേഹം വിശദീകരിച്ചു. എന്നിരുന്നാലും കുപ്പി ശൂന്യമാകുന്നതുവരെ ഓരോ രോഗിയെയും അഭിഷേകം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഞാൻ കുപ്പിയടച്ച് വീണ്ടും സേഫിൽ വെച്ചപ്പോൾ അത് വീണ്ടും നിറഞ്ഞിരിക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. വിശുദ്ധ ഷർബേലിന്റെ ജന്മനാടായ ലെബനോനിലെ ദേവദാരു മരങ്ങളുടെ ഗന്ധമാണ് ആ തൈലത്തിനുള്ളത്. ഞാൻ കാണുന്നത് എനിക്ക് വിശ്വസിക്കാനായില്ല. പാത്രം വീണ്ടും നിറഞ്ഞുവെന്നും മുമ്പത്തേതിനേക്കാൾ കൂടുതൽ ഭാരമുള്ളതാണെന്നും മനസ്സിലാക്കിയ അദ്ദേഹം ബലിപീഠത്തിന്റെ അടുത്തേക്ക് വന്ന വിശ്വാസികളോട് എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞു. ഇത് അത്ഭുതമാണെന്ന് വ്യക്തമായതിനെ തുടർന്ന് കാനൂൺ നിയമപ്രകാരം വിശുദ്ധന്റെ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്തെന്നും മോൺസിനോർ പാസ്കൽ വ്യക്തമാക്കി. ജൂലൈ 24 വിശുദ്ധ ഷർബേലിന്റെ തിരുനാൾ ദിനത്തിൽ സാൻ ഫെർണാണ്ടോ ദേവാലയത്തിൽ നടന്ന ഈ അത്ഭുതം ലെബനീസ് സന്യാസിയായ വിശുദ്ധ ഷർബേലിന്റെ മധ്യസ്ഥതയാലാണ് സംഭവിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു.